അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വന്ന വഴുതനങ്ങ വെച്ചിട്ട് നല്ല ഒരു കിടിലൻ റെസിപ്പി ആട്ടോ. ഇത് ഞങ്ങൾക്ക് വഴുതനങ്ങ ഉപ്പേരിക്ക് വെച്ച് കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ അമ്മ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തരുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം കേട്ടോ. നമുക്ക് വഴുതനങ്ങ നല്ല നീളത്തിൽ തന്നെ മുറിച്ചെടുക്കാം കേട്ടോ. ഫ്ലൈഷിലായിട്ട് തുടങ്ങിയ വഴുതനങ്ങ നല്ല അടിപൊളിയായിട്ട് ഒരു പുഴു ജീവനോട് നല്ല വൃത്തിക്ക് കിടക്കുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിച്ച് മുറിക്കണേ. നമ്മുടെ വഴുതനങ്ങ എല്ലാം കട്ട് ചെയ്ത് ഞാൻ വെള്ളത്തിലിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ കട്ടൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം വെള്ളത്തിലിട്ടേക്കുന്നത്. വഴുതനങ്ങ ഫ്രൈ ചെയ്യുന്നതിലേക്ക് ഒരു അരപ്പിന്റെ ആവശ്യമുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി മഞ്ഞപ്പൊടിയാണേ. ഇനി ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. നമ്മുടെ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ വഴുതനങ്ങ എല്ലാം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായി വെള്ളം കളഞ്ഞിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ച് അരപ്പാട്ട് ഇട്ട് കൊടുക്കുന്നത്. മസാല തേക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് വെക്കാൻ പറ്റും. മസാല ഒന്ന് പിടിക്കട്ടെ. അങ്ങനെ നമ്മുടെ പാനെല്ലാം ചൂടായിട്ടുണ്ട്. കുറച്ച് ഇനി നമുക്ക് നമ്മുടെ വഴുതനങ്ങ എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഇടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ എല്ലാം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് മാറ്റാം. കുറച്ച് കട്ട തൈരും പിന്നെ നമ്മുടെ ഈ വഴുതനങ്ങ വറുത്തതൊക്കെ ഉണ്ടെങ്കിലോ പിന്നെ പെട്ടെന്ന് തന്നെ ചോറ് ഇറങ്ങിക്കോളൂ കേട്ടോ. ഇറച്ചി മീനും ഇല്ലാണ്ട് ചോറ് കഴിക്കാൻ പറ്റൂല എന്നുള്ളവർക്ക് ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ.